തെരഞ്ഞെടുപ്പിന് മുൻപേ കുട്ടനാട്ടിലെ കർഷകരോഷം തണുപ്പിക്കാൻ സർക്കാർ ശ്രമം. കർഷകരുടെ വിവിധ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മന്ത്രിമാരായ GR അനിലും P പ്രസാദും മുൻകൈയെടുത്ത് മങ്കൊമ്പിൽ യോഗം ചേർന്നു. നെല്ല് സംഭരിച്ചാൽ 15 ദിവസത്തിനകം പണം നൽകും എന്നതുൾപ്പെടെ നിരവധി വാഗ്ദാനങ്ങൾ മന്ത്രിമാർ കർഷകർക്ക് നൽകി. നെല്ല് സംഭരണത്തിലെ പാളിച്ചകൾ, മില്ലുടമകളുടെ ചൂഷണം, PRS വായ്പയിലെ പ്രശ്നങ്ങൾ തുടങ്ങി കുട്ടനാട്ടിലെ നെൽകർഷകർ കടന്നുപോകുന്നത് വലിയ പ്രതിസന്ധികളിലൂടെയാണ്. 6 മാസത്തിനിടെ 2 കർഷകർ കുട്ടനാട്ടിൽ മാത്രം ആത്മഹത്യയും ചെയ്തു. ഇതിലെല്ലാം കർഷകർ വലിയ പ്രതിഷേധത്തിലാണ്. കർഷക രോഷം തണുപ്പിച്ചില്ലെങ്കിൽ കുട്ടനാട്ടിലെ വോട്ടുകൾ LDFനെ പ്രതികൂലമായി ബാധിക്കും. കുട്ടനാട് ഉൾപ്പെടുന്ന മാവേലിക്കരയിൽ മത്സരിക്കുന്നത് CPIയുടെ CA അരുൺകുമാറാണ്. ഈയൊരു സാഹചര്യത്തിലാണ് മന്ത്രിമാരായ GR അനിലും P പ്രസാദും മുൻകൈയെടുത്ത് മങ്കൊമ്പിലെ നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ കർഷകരുടെ യോഗം വിളിച്ചു ചേർത്തത്. 2 മണിക്കൂർ നീണ്ട യോഗത്തിൽ കർഷകർക്കും പാടശേഖര സമിതികൾക്കും പറയാനുള്ളത് മുഴുവൻ മന്ത്രിമാർ കേട്ടു. നെല്ല് സംഭരിച്ചാൽ ഉടൻ പണം നൽകണമെന്നായിരുന്നു പ്രധാന ആവശ്യം. 15 ദിവസത്തിനകം പണം നൽകുന്നതിന് സംവിധാനം ഉണ്ടാക്കുമെന്ന് മന്ത്രിമാരുടെ മറുപടിയും. എന്ത് പ്രശ്നമാണെങ്കിലും, കർഷകരുമായി ബന്ധപ്പെട്ട എന്ത് വിഷയമാണെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എൻ്റെ നമ്പറിൽ വിളിച്ചാൽ ഞാൻ ഒന്നുകിൽ അറ്റൻഡ് ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ തിരിച്ചു വിളിക്കും. ആ സമീപനമാണ് ഞങ്ങളെല്ലാം സ്വീകരിച്ചത്. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ഒരു തരത്തിലുമുള്ള ആശങ്ക നിങ്ങൾക്ക് വേണ്ട. കിഴിവിന്റെ പേരിൽ കർഷകരെ ചൂഷണം ചെയ്യുന്ന മില്ലുടമകളെയും ഏജന്റുമാരെയും നിയന്ത്രിക്കും. കർഷകരുടെ പ്രശ്നങ്ങളിൽ അടിയന്തര ഇടപെടലിനായി റാപ്പിഡ് റെസ്പോൺസ് സെല്ലും ടോൾ ഫ്രീ നമ്പറും ഉടൻ കൊണ്ടുവരുമെന്നും കൃഷിമന്ത്രി P പ്രസാദ്. മന്ത്രി GR അനിൽ ബോട്ടിൽ യാത്ര ചെയ്ത് കുട്ടനാട് റാണി ചിത്തിരക്കായലുകൾ സന്ദർശിച്ചു. ചിത്തിരക്കായലിലെ പുഞ്ചകൃഷി വിളവെടുപ്പ് മന്ത്രി തന്നെ ഉദ്ഘാടനവും ചെയ്തു. 24 ആലപ്പുഴ.